കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം ഇടതുപക്ഷ വിരുദ്ധതയാണ് വച്ചുപുലർത്തുന്നത് എന്നതിന് പുതിയൊരു ഉദാഹരണം കൂടി. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് തീർത്തും വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് അരുവിക്കരയിലെ CPIM MLA ജി സ്റ്റീഫനെതിരെ പുറത്തുവിട്ടത്. ഏഷ്യാനെറ്റിൻ്റെ വാർത്തയ്ക്കെതിരെ MLAയും രംഗത്തെത്തിയിട്ടുണ്ട്. ജി സ്റ്റീഫൻ MLAയുടെ കാറിന് വഴിമാറാത്തതിന് മർദ്ദനം, കാട്ടാക്കടയിൽ 8 മാസം ഗർഭിണി അടക്കമുള്ള കുടുംബത്തിന് നേരെ ആക്രമണം എന്ന തലക്കെട്ടിലായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ വാർത്ത. കേരളം ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന നിലയിലായിരുന്നു വാർത്തയുടെ അവതരണം. കഴിഞ്ഞ ദിവസം തൻ്റെ മണ്ഡലത്തിലെ ഒരാളുടെ വിവാഹത്തിന് കാട്ടാക്കടയിലെത്തിയതായിരുന്നു MLA. സ്ഥലത്തെത്തിയ MLA വാഹനം പാർക്ക് ചെയ്യുകയും ഓഡിറ്റോറിയത്തിലെത്തി വധൂവരന്മാരെയും ബന്ധുമിത്രാദികളെയും കാണുകയും തുടർന്ന് വാഹനവുമായി തിരികെ പോവുകയും ചെയ്യുന്നു. ഈ സമയം വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന 2 കൂട്ടർ തമ്മിൽ പാർക്കിങ്ങിനെ ചൊല്ലിയും വാഹനം മാറ്റിക്കൊടുക്കാത്തതിൻ്റെ പേരിലും തർക്കവും തുടർന്ന് സംഘർഷവും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും MLA അറിഞ്ഞതുമില്ല. ഇന്നലെ അതായത് 15-ാം തീയതി രാത്രി 8 മണിയോട് അടുപ്പിച്ച് കാട്ടാക്കടയ്ക്ക് സമീപമുള്ള തുങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി, റിസപ്ഷൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എത്തിച്ചേർന്നു. മണ്ഡപത്തിനകത്ത് കയറി വാഹനം പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ഞാൻ മണ്ഡപത്തിനകത്തേക്ക് കയറി. വധുവരന്മാരെ കണ്ട് ഒരു 4-5 മിനിറ്റ് മറ്റ് വധുവരന്മാരുടെ ബന്ധുജനങ്ങളുമായിട്ടെല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ എന്റെ വാഹനത്തിൽ കയറി തിരികെ പോരുകയും ചെയ്തു. രാത്രി കുറെ വൈകിയതിനു ശേഷം ഞാനുമായി ബന്ധപ്പെട്ട ചില ആളുകളും ചില സുഹൃത്തുക്കളുമെല്ലാം കല്യാണത്തിന് പോയ സമയത്ത് നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് എന്നോട് വിളിച്ചന്വേഷിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനുമായി ബന്ധപ്പെട്ടോ എന്റെ വാഹനവുമായി ബന്ധപ്പെട്ടോ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഞാനൊരു 5 മിനിറ്റ് സമയമാണല്ലോ അവിടെ ചെലവഴിച്ച്, അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു വരും. അതിനുശേഷം എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോ ഈ അമ്പലത്തിങ്കാല സ്വദേശിയായിട്ടുള്ള ഒരു ബിനീഷിന്റെ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആ കല്യാണത്തിൽ പങ്കെടുത്ത ചിലരുമായി അയാൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി അവരെന്നെ സൂചിപ്പിച്ചു. അതിൽ MLAയുടെ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടിയായിരുന്നു അവരാ ബഹളം ഉണ്ടാക്കിയതെന്നാണ് എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞത്. അപ്പൊ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സംഘർഷം നടന്ന ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകുകയും ഒരു കൂട്ടർ MLAയുടെ വാഹനം അവിടെ ഉണ്ടായതായി മൊഴിക്കിടയിൽ പറയുകയും ചെയ്യുന്നു. ഈ മൊഴിയാണ് ഏഷ്യാനെറ്റിൻ്റെ വസ്തുതാവിരുദ്ധമായ വാർത്തയ്ക്ക് കാരണമായത്. പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ MLAയുടെ വാഹനം ഉണ്ടായിരുന്നു, എന്നാൽ MLAയോ ഡ്രൈവറോ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല താനും. ഈ കാര്യം ഏഷ്യാനെറ്റിന് കൊടുത്ത ബൈറ്റിൽ പരാതിക്കാരൻ പറയുന്നുമുണ്ട്. പരാതിക്കാരിൽ ഒരാളുടെ ബൈറ്റ് ഉൾപ്പെടെ കൺമുൻപിലുണ്ടായിട്ടാണ് ജി സ്റ്റീഫനെതിരെ ഏഷ്യാനെറ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. CPIMനെതിരെ എന്തെങ്കിലും വീണുകിട്ടാൻ മാധ്യമങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്ന് വാർത്തയിൽ നിന്ന് വ്യക്തമാണ്. ഈ സ്ഥിതി തുടർന്നാൽ വരുംകാലങ്ങളിൽ മാധ്യമങ്ങൾ എന്തൊക്കെ വാർത്തകളായിരിക്കും റിപ്പോർട്ട് ചെയ്യുകയെന്ന് കണ്ടു തന്നെ അറിയണം.